അമൃതം ഗമയ മാതാ അമൃതാനന്ദമയിയുടെ ജീവചരിതം തുടരുന്നു. അധ്യായം 12 അഗ്നി പരീക്ഷകൾ എന്നാണ് ഈ ഒരു അധ്യായത്തിൻ്റെ പേര്. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അനന്യ മനസ്സോടെ എന്നെ ഉപാസിക്കുന്നവരുടെ യോഗക്ഷേമം ഞാൻ തന്നെ വഹിക്കുന്നു. ഇത് ഗീതയിലെ ഭഗവാന്റെ വചനമാണ്. ബാല്യകാലം മുതൽ ഓരോ ഘട്ടത്തിലും അനേകം പ്രതികൂല സാഹചര്യങ്ങളെ അമ്മയ്ക്ക് നേരിടേണ്ടി വന്നു എന്ന് പല സന്ദർഭങ്ങളിലും വ്യക്തമായി കഴിഞ്ഞു. താത്വികമായി ആധ്യാത്മികത എന്ത് എന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത വീട്ടുകാരിൽ നിന്ന് ആദ്യം തടസ്സങ്ങൾ ഉത്ഭവിച്ചു. പിന്നീട് ഒരു നിമിഷം വിശ്രമിക്കാൻ ഇടകിട്ടാത്ത ഗൃഹജോലികൾ വിഘ്നങ്ങൾ ഉയർത്താൻ ഒരുമ്പെട്ടു. കടൽ തീരത്തെ ആൽത്തറയിൽ കൃഷ്ണഭാവം നടന്നുകൊണ്ടിരുന്ന ആരംഭദശയിൽ ഭാവദർശനം ഭൂരിപക്ഷം ദർശകർക്കും ഇഷ്ടമായിരുന്നുവെങ്കിലും അവിശ്വാസികളുടെ ശല്യങ്ങൾ ഇടയ്ക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നു. പൊതുസ്ഥലമായ ആൽത്തറയിൽ നിന്ന് ഇടമണ്ണിൽ വീട്ടിലേക്ക് ഭാവം മാറിയത് ചിലരുടെ എതിർപ്പിന് ഇടയായതും വിരോധികൾ കളരിയിൽ ഭജന പാടാൻ വരുന്നവരെ അപമാനിക്കാൻ ശ്രമിച്ചതുമെല്ലാം നാം കണ്ടു കഴിഞ്ഞു. അക്കാലത്ത് അമ്മയുടെ ജീവഹാനി വരുത്താൻ പോലും മുതിർന്നവരുണ്ടായിരുന്നു എന്ന് ഓർക്കണം. തുടർന്ന് എതിരാളികൾ പല സംഘങ്ങളായി മിക്കപ്പോഴും ഭാവദിവസം കളരിയിൽ ബഹളത്തിന് വരാൻ തുടങ്ങി. കളരിയിൽ പാടാൻ വന്നിരുന്ന ഒരു പെൺകുട്ടിയെ ചിലർ പാടരുത് എന്ന് വിലക്കി. അവൾ പറഞ്ഞു, ഞാൻ പാടും, എനിക്ക് അമ്മച്ചിയിൽ വിശ്വാസമാണ്. അതിനെ ചൊല്ലി വഴക്കായി. ഭക്തന്മാരായ ചില യുവാക്കൾ കയറിയേറ്റു. അപ്പോൾ സുഗുണച്ചൻ ഇടപെട്ട് എതിരുകാരെ ബലമായി പറഞ്ഞയച്ചു. വഴക്കാളികൾ പോയി കഴിഞ്ഞപ്പോൾ അമ്മ സുഗുണനച്ഛനോട് പറഞ്ഞു, അവർ കേസ് കൊടുക്കാൻ പോയിരിക്കുകയാണ്. ഞാൻ 1-ാം പ്രതിയും അച്ഛൻ 2-ാം പ്രതിയുമാണ്. അച്ഛൻ മുൻകൂട്ടി ചെന്ന് അധികാരികളെ സത്യം മനസ്സിലാക്കി കൊടുക്കണം. സുഗുണച്ചൻ പറഞ്ഞു, ഓ, അവർ കേസിനൊന്നും പോകില്ല, ഇവിടെ പോലീസ് വരികയുമില്ല. അങ്ങനെയല്ല, പോകണം എന്ന് പറഞ്ഞ് അമ്മ നിർബന്ധമായി അച്ഛനെ കരുനാഗപ്പള്ളിക്ക് വിട്ടു. അച്ഛൻ ചെന്നപ്പോൾ എതിരാളികൾ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി. സത്യാവസ്ഥ അധികാരികളെ അറിയിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, അവിടെ ഞങ്ങൾ ആരെയും വഞ്ചിക്കുന്നില്ല. എൻ്റെ മകൾക്ക് ഭാവമുണ്ട്. അതെന്തെന്ന് നേരിട്ട് മനസ്സിലാക്കിയെങ്കിലേ അറിയാൻ പറ്റൂ. പിന്നെ അവിടെ ഭക്തന്മാർ വന്നിരുന്ന് ഭജന പാടും. അവിടെ കൃത്രിമമൊന്നുമില്ല. പൈപ്പിലെ പച്ചവെള്ളവും ഒച്ചിറ നിന്ന് വിലയ്ക്ക് വാങ്ങുന്ന ഭസ്മവുമാണ് പ്രസാദമായി നൽകുന്നത്. ഞങ്ങൾ ആകാശത്ത് നിന്ന് പുഷ്പമൊന്നും എടുത്തു കൊടുക്കുന്നില്ല. ചെടിയിൽ നിന്ന് പറിക്കുന്ന പൂവാണ് പ്രസാദമായി കൊടുക്കുന്നത്. ഞങ്ങൾ പരസ്യം ചെയ്തിട്ടില്ല. അനുഭവസ്ഥർ പറഞ്ഞറിഞ്ഞാണ് ആൾക്കാർ വരുന്നതും എൻ്റെ വീട്ടിൽ കയറി മറ്റുള്ളവരാണ് വഴക്കിന് വരുന്നത്. അതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. അതോടെ എതിരാളികൾ കൊടുത്ത പരാതി തള്ളിപ്പോയി. അപ്പോൾ അവർക്ക് വാശിയായി. 2-3 തവണ അവർ ഭാവത്തിന് എതിരായി നോട്ടീസ് അടിപ്പിച്ചു. എന്നിട്ട് പ്രചരിപ്പിച്ചു. അമ്മയ്ക്ക് ഹിസ്റ്റീരിയയാണെന്നും മറ്റും അവർ അതിൽ ആക്ഷേപിച്ചു. ഇല്ലാത്ത നുണക്കഥകളെല്ലാം പ്രചരിപ്പിക്കുന്നത് അവർ തങ്ങളുടെ കർത്തവ്യം ആണെന്ന് കരുതി. ഓരോരുത്തർക്കും ഓരോന്നാണല്ലോ കർത്തവ്യം. പത്രങ്ങളിൽ ആക്ഷേപങ്ങൾ പ്രസിദ്ധീകരിക്കാൻ അവർ ശ്രമിച്ചു. പക്ഷേ അതൊന്നും ഭാവദർശനത്തെ ബാധിച്ചില്ല എന്ന് തന്നെയല്ല, ഭക്തരുടെ എണ്ണം കൂടാനും തുടങ്ങി. എതിരാളികളുടെ പ്രവർത്തനങ്ങൾ കണ്ട് മനം തൊന്ന ഭക്തന്മാർ അമ്മയെ സമീപിച്ച് സങ്കടം അറിയിച്ചു. വളരെ ശാന്തമായി അമ്മ അന്ന് അവരോട് പറഞ്ഞു, മക്കളെ, രണ്ടില്ലാത്ത ലോകമില്ല. എതിർക്കുന്നവർ പറയുന്നതൊന്നും നാം ശ്രദ്ധിക്കേണ്ട. അമ്മയുടെ ഭക്തന്മാർ ലോകത്തിൻ്റെ നാനാഭാഗത്തുമുണ്ട്. അവർ ഇതൊന്നും കണ്ട് മയങ്ങുകയില്ല. ഒരവസരത്തിൽ കുറെ ചെറുപ്പക്കാർ മറ്റൊരു കുസൃതി പണിക്ക് ആലോചനയിട്ടു. കളരിയിൽ ബാധ ഉപദ്രവമുള്ളവരും മറ്റും തുള്ളാറുണ്ട്. അക്കൂട്ടത്തിൽ കള്ളദേവി കയറി തുള്ളണമെന്ന് അവർ നിശ്ചയിച്ചു. ഏതെങ്കിലും ദേവി ദേഹത്ത് കയറി തുള്ളുന്നതായി അഭിനയിച്ച് കൃഷ്ണൻ നടയിലുള്ളവരെ കബളിപ്പിച്ച് രസിക്കാനും അമ്മയെ കയറി പിടിച്ച് ആക്ഷേപിക്കുവാനുമായിരുന്നു പദ്ധതി. ഒരു ഭാവദർശന സമയത്ത് ആ ചെറുപ്പക്കാരെത്തി. കളരിയിൽ ഭാവം ആരംഭിച്ചിരുന്നു. കള്ളത്തുള്ളലിന് വെളിയിൽ നിന്ന് ചെറുപ്പക്കാർ വന്നിട്ടുള്ള വിവരം അമ്മ ചിലരോട് പറഞ്ഞു. അവരെ ഉപദ്രവിക്കരുതെന്നും താക്കീത് നൽകി പറഞ്ഞു വിടുകയേ ആകാവൂ എന്നും അമ്മ പ്രത്യേക ചട്ടം കെട്ടി. ചെറുപ്പക്കാരുടെ കള്ളത്തുള്ളൽ തുടങ്ങിയാൽ ഉടൻ അവരെ പിടികൂടാനായി ചില ഭക്തന്മാർ കാത്തുനിന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു യുവാവ് തുള്ളാൻ തുടങ്ങി.
അമ്മയെ അനുകരിച്ചുകൊണ്ട് അവനും ദേവിയായി അഭിനയിച്ചു തുടങ്ങി. ഭക്തന്മാർ ചെറുപ്പക്കാരെ വളഞ്ഞു. അവർ യുവാക്കളെ ചോദ്യം ചെയ്തു. കാര്യം വഷളാകുന്നു എന്ന് കണ്ടപ്പോൾ ചെറുപ്പക്കാർ ഓരോരുത്തരായി പിൻവലിയാൻ തുടങ്ങി. തുള്ളിക്കൊണ്ടിരുന്നവൻ പരിഭ്രമിച്ച് ഓടി കായലിൽ ചാടി. ഭക്തന്മാർ അവനെ പിടികൂടി താക്കീത് ചെയ്ത് വിട്ടയച്ചു. ചില കടുങ്കൈകൾ ചെയ്യാനും അവർ തയ്യാറായി. ആദ്യകാലത്ത് ദേവീഭാവത്തിൽ അമ്മ വെളിയിൽ വരികയും നൃത്തമാടുകയും ചെയ്തിരുന്നു. അത് കള്ളത്തുള്ളലാണെന്ന് തെളിയിക്കണമെന്ന് യുക്തിവാദികൾ തീരുമാനിച്ചു. ഒരു ദിവസം രാത്രിയിൽ അവർ രഹസ്യമായി ഞെരിഞ്ഞിൽ മുള്ളുമായി എത്തി. അമ്മയ്ക്ക് നടന്നു വരുന്നതിന് വഴിയിട്ടുകൊണ്ട് രണ്ടു വശത്തുമായി ആയിരക്കണക്കിന് ആൾക്കാർ നിരന്നു നിൽപ്പുണ്ട്. ശല്യം ചെയ്യാൻ വന്നവർ ഞെരിഞ്ഞിൽ മുള്ള കുറെ പിള്ളേരെ ഏൽപ്പിച്ചു. ആളുകൾ ദീപാരാധനയ്ക്ക് തൊഴുതു നിൽക്കും മുള്ളു മുഴുവനും ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അമ്മയ്ക്ക് വേണ്ടി ഒഴിച്ചിട്ടിരുന്ന വഴിയിൽ വിതറി. ഉടനെ അമ്മ ഭാവാവസ്ഥയിൽ കളരിയിൽ നിന്ന് വെളിയിൽ വന്നു. ആരും നിൽക്കുന്ന ഇടത്ത് നിന്ന് അനങ്ങരുതെന്നും നിലത്ത് മുള്ളു വിതറിയിട്ടുണ്ടെന്നും അമ്മ മുന്നറിയിപ്പ് നൽകി. പതിവ് പോലെ നൃത്തം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കളരി മണ്ഡപത്തിൻ്റെ മുകളിൽ തൂക്കിയിരുന്ന 1-2 ഫോട്ടോ പൊട്ടി നിലത്തു വീണു. അതിൻ്റെ ഗ്ലാസ് ചിന്നിച്ചിതറി. അമ്മ ആ കുപ്പിച്ചില്ലുകളുടെ മുകളിൽ നിന്ന് നൃത്തം ചെയ്തു തുടങ്ങി. ഞെരിഞ്ഞിൽ മുള്ളിട്ട് അമ്മയെ ഉപദ്രവിക്കാൻ വന്നവർ അന്താളിച്ചു നിന്നു. തൻ്റെ മകളുടെ കാലെല്ലാം മുറിഞ്ഞ് നാശമായി അപകടം വരുമെന്ന് ഭയന്ന് സുഗുണാനന്ദൻ പരിഭ്രമിച്ച് ഓടി നടന്നു. പക്ഷേ ഭാവത്തിലുള്ള അമ്മയോട് അടുക്കുവാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. കുപ്പിച്ചില്ലുകളുടെ മുകളിലുള്ള നൃത്തം കഴിഞ്ഞ് അമ്മ ഞെരിഞ്ഞിൽ വിതറിയിട്ടിരിക്കുന്ന മുറ്റത്തേക്കിറങ്ങി. മുള്ളുകൾക്ക് മുകളിൽ അമ്മ വളരെ നേരം നൃത്തം ചെയ്തു. ഒരു മുള്ളു തറച്ചാൽ തന്നെ കാൽ നിലത്ത് കുത്തി നടക്കുവാൻ സാധാരണക്കാർക്ക് സാധ്യമല്ല. അമ്മയുടെ നൃത്തം കണ്ട് മുള്ളു വിതറിയ എതിരാളികൾ അന്തം വിട്ടുനിന്നു. മുറ്റത്ത് അമ്മ ചാരിയിരുന്ന് ധ്യാനിക്കുന്ന തെള്ളിമരത്തിൽ മുള്ളു തറച്ച് വച്ച് രസിക്കാനും അക്കൂട്ടർ പലപ്പോഴും ശ്രമിച്ചിരുന്നു. അനുഭവത്തിന്റെ മുൻപിൽ അവർ പരാജിതരായി. ഒരു ദിവസം അമ്മ ഒരിടത്ത് പോയിട്ട് വഴിയെ നടന്നു വരികയായിരുന്നു. വഴിവെക്കിൽ നിന്നുകൊണ്ട് ഒരാൾ കൂട്ടുകാരനോട് കളിയാക്കി പറഞ്ഞു, "ഈ പെണ്ണിന് ഹിസ്റ്റീരിയയാണ്, കെട്ടിച്ചയച്ചാൽ അസുഖം മാറി." അയാളുടെ കൂട്ടുകാർ ആർത്ത് ചിരിച്ച് രസിച്ചു. വീണ്ടും അയാൾ അഹങ്കാരത്തോടെ പറഞ്ഞു, "ഇവളെ കെട്ടിച്ചയക്കാൻ കാശില്ലെങ്കിൽ ഞാൻ 2000 രൂപ കൊടുത്ത് സഹായിക്കാം." ഈ പരിഹാസവും അപമാനിക്കലും എല്ലാം സഹിച്ചുകൊണ്ട് വീട്ടിലെത്തിയ അമ്മ നേരെ പൂജാമുറിയിൽ കയറി കരഞ്ഞു. "കൃഷ്ണ, ഇവരൊക്കെ പറയുന്നത് നീ കേട്ടില്ലേ? നീ പറ, ഇത് സത്യമാണോ? എനിക്ക് ദീനമാണോ?" അമ്മയെ ആക്ഷേപിച്ച അരയന് സ്വന്തം വള്ളവും വലയുമുണ്ട്. അമ്മയെ കളിയാക്കിയ ശേഷം തൊഴിലാളികളെയും കൂട്ടി അയാൾ കടലിലേക്ക് പോയി. അന്ന് ധാരാളം മീൻ കിട്ടി. എല്ലാവരും സന്തോഷിച്ചു. അമ്മയോട് ഭക്തിയുള്ളവർ മത്സ്യത്തൊഴിലാളികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരിൽ ഒരാൾ വള്ളത്തിൻ്റെ ഉടമയോട് പറഞ്ഞു, "എന്നാലും കളരിയിലെ കുഞ്ഞിനെ ആക്ഷേപിച്ചത് ശരിയായില്ല." വള്ളമുടമസ്ഥൻ അഹങ്കാരത്തോടെ പറഞ്ഞു, "അവളെ അധിക്ഷേപിച്ചിട്ട് എന്തുണ്ടായി? നോക്കൂ, ഇന്ന് നമുക്ക് പതിവിലും കൂടുതൽ മീൻ കിട്ടിയില്ലേ?" ഭക്തന്മാർക്ക് മൊഴിമുട്ടി. മീൻപിടുത്തം കഴിഞ്ഞ് വഞ്ചി കരയിലേക്ക് വിട്ടു. അപ്പോൾ വള്ളമുടമയ്ക്ക് ഒരാലോചന തോന്നി. അയാൾ പറഞ്ഞു, "നമുക്ക് പറയക്കടവിൽ വഞ്ചി അടുപ്പിക്കേണ്ട, അവിടെ വില കുറവാണ്. നീണ്ടകരയ്ക്ക് പോയാൽ നല്ല വില കിട്ടും." അങ്ങനെ വഞ്ചി നീണ്ടകരയ്ക്ക് വിട്ടു. വഞ്ചി ലക്ഷ്യത്തോട് അടുക്കാറായപ്പോഴേക്ക് കടൽ ക്ഷോഭിച്ചു തുടങ്ങി. വലിയ തിരകൾ ഉയർന്നു. നിറയെ മീനും വലയും തൊഴിലാളികളുമുള്ള വഞ്ചി വൻതിരകളിൽ പൊങ്ങിയും താണും ഉലഞ്ഞു. ഒരു രീതിയിലും തൊഴിലാളികൾക്ക് വഞ്ചി നിയന്ത്രിക്കാൻ വയ്യാത്ത നിലയിലായി. വഞ്ചിയിൽ വെള്ളം കയറി. ഉടൻ അത് മുങ്ങിപ്പോയി. തിരകളിൽ ആടി ആടി കരയ്ക്കുള്ള പാറകളിൽ വന്ന് തട്ടി വഞ്ചി തകർന്നു. അത് തരിപ്പണമായിപ്പോയി. ആളുകൾ കഷ്ടിച്ച് നീന്തി കരയ്ക്ക് വന്ന് രക്ഷപ്പെട്ടു. വഞ്ചിയും വലയും തകർന്നതിൽ ഹൃദയം തകർന്ന് വഞ്ചിയുടെ തലയും താഴ്ത്തി കടൽ തീരത്ത് തളർന്നു വീണു. അപ്പോൾ അമ്മയുടെ ഭക്തന്മാരായ തൊഴിലാളികൾ തമ്മിൽ പിറുപിറുത്തു. "കണ്ടില്ലേ ദൈവകോപം! സുധാമണി കുഞ്ഞിനെ ആക്ഷേപിച്ചിട്ട് എന്തുണ്ടായി എന്ന് അയാൾ നമ്മളോട് ചോദിച്ചതല്ലേ? എന്തുണ്ടായി എന്ന് ഇപ്പോൾ കണ്ടല്ലോ." വേറൊരാൾ പറഞ്ഞു, "കളരിയിലെ കുഞ്ഞിന് ഹിസ്റ്റീരിയയാണെന്നും കല്യാണം കഴിപ്പിക്കാൻ 2000 രൂപ കൊടുക്കാമെന്നും പറഞ്ഞ് കളിയാക്കിയിട്ടാണ് വഞ്ചിയുമായി ഇറങ്ങിയത്. ഇനി 2000 രൂപ എവിടെ നിന്നുണ്ടാകുമെന്ന് കാണട്ടെ." വള്ളവും വലയും മീനും എല്ലാം കൂടി ഇപ്പോൾ 75,000 രൂപ മുങ്ങിപ്പോയി.
ഇനി ഇയാൾ വിചാരിച്ചാൽ എന്നാണ് സ്വന്തമായി ഒരു വള്ളവും വലയും ഉണ്ടാകുക? ജീവൻ കിട്ടിയത് തന്നെ ഈശ്വരന്റെ കാരുണ്യം. വഞ്ചിയിൽ മീൻ പിടിക്കാൻ പോയവർ ബസ്സിൽ കയറി തിരിച്ച് വീട്ടിലെത്തി. ഇങ്ങനെ അമ്മയെ അധിക്ഷേപിച്ച പലർക്കും ഈശ്വര ശിക്ഷ കിട്ടിയെങ്കിലും ആളുകളുടെ മനോഭാവത്തിൽ പൊതുവെ മാറ്റമൊന്നും വന്നില്ല. എതിരാളികളുടെ പരിഹാസവും ശകാരവും കേൾക്കാതെ അമ്മയ്ക്ക് വഴിയെ നടക്കാൻ പറ്റില്ലായിരുന്നു. വീട്ടുകാരെ പോലും കൃഷ്ണൻ വരുന്നു എന്ന് പറഞ്ഞ് നാട്ടുകാർ കളിയാക്കിയിരുന്നു. ഒരു ആത്മീയ ജീവിക്ക് അനേകം തടസ്സങ്ങൾ വരാം. ചലിക്കാതെ ഉറച്ചു നിൽക്കണമെന്ന് അമ്മ ദൃഢനിശ്ചയം ചെയ്തു. ഇക്കാലത്ത് എതിരാളികൾ അന്ധവിശ്വാസ നിർമ്മാർജ്ജന കമ്മിറ്റി എന്ന സംഘടനയുടെ കീഴിൽ വിനാശപ്രവർത്തനം ഉഷാറാക്കിക്കൊണ്ടുവരുന്നുണ്ടായിരുന്നു. സുഭകന്റെ മരണം അവരുടെ പ്രവർത്തനങ്ങൾക്ക് നവോന്മേഷം നൽകി. എതിർപ്പ് കൂടുതൽ ഉഗ്രമായി. സുഭകന്റെ ശവം കാണാൻ വന്നവർ അങ്ങോട്ട് ശ്രദ്ധിക്കാതെ അമ്മയെ തെറിവിളിക്കാനാണ് തിരിഞ്ഞത്. അവൾ എന്തിയെ? അവളെയാണ് കൊല്ലേണ്ടത്, പിടിയടാ അവളെ, അവൾ കാരണമാണ് അവൻ മരിച്ചത് എന്ന് ഇങ്ങനെ അവർ ആക്രോശിച്ചു. പല ക്ഷേത്ര കമ്മിറ്റികളും യുവാക്കളും ചേർന്നാണ് അന്ധവിശ്വാസ നിർമ്മാർജ്ജന കമ്മിറ്റി എന്ന സംഘടന രൂപം കൊണ്ടത്. വള്ളിക്കാവ്, ആദിനാട്, അഴീക്കൽ, ആയിരം തെങ്ങ്, സ്രായിക്കാട്, കുഴിത്തുറ, പറയക്കടവ്, ചെറിയഴീക്കൽ തുടങ്ങിയ സ്ഥലത്തുകാരെല്ലാം അതിൽ ചേർന്നിരുന്നു. 1000-ഓളം ചെറുപ്പക്കാർ അങ്ങനെ ഒത്തുകൂടി. അവർ കൂട്ടമായി വന്ന് കളരിയിലെ ദീപാരാധന സമയത്ത് മുദ്രാവാക്യങ്ങൾ വിളിച്ചു തുടങ്ങി. സംയമനം പാലിക്കുവാൻ അമ്മ ഭക്തന്മാരോട് നിർദ്ദേശിച്ചു. അവർ അത് സർവാത്മന അനുസരിച്ചു. എന്തൊക്കെ പ്രകോപനങ്ങൾ ഉണ്ടായിട്ടും ഭക്തന്മാർ എല്ലാം നിശബ്ദമായി സഹിച്ചു. അമ്മയ്ക്ക് സ്വൈര്യമായി വഴി നടക്കാൻ പോലും അന്നൊക്കെ സാധിക്കുകയില്ലായിരുന്നു. മത്സരബുദ്ധിക്കാർ വഴിവെക്കിൽ കാത്തു നിൽക്കും. കൂടെ വികൃതി പിള്ളേരും കാണും. അമ്മ നടന്നു പോകുമ്പോൾ അവർ കൂവി വിളിക്കും. അമ്മ തിരിഞ്ഞു നിന്നാൽ തെമ്മാടികൾ ഒളിക്കും. കുട്ടികളാണ് കൂവിയത് എന്ന് വിചാരിക്കട്ടെ എന്നായിരുന്നു അവരുടെ പ്ലാൻ. അമ്മ നടന്നു പോകുമ്പോൾ മുമ്പിലും പിമ്പിലും എല്ലാം കല്ലുകൾ വന്നു വീഴും. തിരിഞ്ഞു നോക്കിയാൽ എറിഞ്ഞവർ ഒഴിഞ്ഞു കളയും. സുഗുണച്ചന് സുഖമില്ലാതെ കൊല്ലത്ത് ആശുപത്രിയിൽ കിടക്കുമ്പോൾ അമ്മയ്ക്ക് പലപ്പോഴും വെളുപ്പാൻ കാലത്ത് ആശുപത്രിയിലേക്ക് പോകണമായിരുന്നു. അങ്ങനെയുള്ള അവസരങ്ങളിലും തെമ്മാടികൾ ശല്യപ്പെടുത്താൻ കാത്തിരിക്കുമായിരുന്നു. സുഭകന്റെ മരണത്തോടെ ബന്ധുജനങ്ങളെല്ലാം വെറുത്തു. അവർ തികഞ്ഞ നിസ്സഹകരണം പാലിച്ചു. ഇടമണ്ണേൽ എന്ന വീട് ആ തുറയിൽ ഇല്ലേ ഇല്ല എന്ന രീതിയായി. അവരെ പുറംതള്ളിയ പോലെയായി. വിവാഹത്തിനോ മറ്റ് പൊതുകാര്യങ്ങൾക്കോ ഇടമണ്ണേൽക്കാരെ അടുപ്പിക്കാതായി. സുഭകൻ മരിച്ചപ്പോൾ ബന്ധുക്കൾ ഇടമണ്ണേൽ കയറിയില്ല. കടൽ തീരത്ത് വന്ന് അവർ പാല് വീശിയിട്ട്, അതായത് കർമ്മം ചെയ്തിട്ട് പോയി. എങ്ങനെയെയും സുധാമണിയെയും വീട്ടുകാരെയും നശിപ്പിച്ചേ അടങ്ങൂ എന്ന വാശി എതിർച്ചേരിക്കാരിൽ വളർന്നു വന്നു. അവർ കളക്ടർക്കും മറ്റും ധാരാളം പേർ ഒപ്പിട്ട ഭീമഹർജി സമർപ്പിച്ചു. പോലീസും രഹസ്യ പോലീസും അന്വേഷണത്തിനെത്തി. വന്നവരെല്ലാം അമ്മയുടെ ഭക്തന്മാരായിട്ടാണ് മടങ്ങിയത്. അപ്പോൾ കൈക്കൂലി കൊടുത്ത് പോലീസിനെ വശപ്പെടുത്തിയതാണ് എന്ന് വിരോധികൾ പറഞ്ഞുകൊണ്ട് നടന്നു. എന്നിട്ടും ഭക്തജനത്തിരക്കിന് കുറവുണ്ടായില്ല. തരം കിട്ടിയാൽ അമ്മയെ കയറിപ്പിടിച്ച് അപമാനിക്കാനുള്ള ശ്രമവും എതിരുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെ അപമാനിച്ചാൽ പിന്നെ ഈശ്വര സാന്നിധ്യം കള്ളത്തരമാണെന്ന് തെളിയും എന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. കയറിപ്പിടിച്ചതിന്റെ പേരിൽ തർക്കമുണ്ടായാൽ വേണ്ടിവന്നാൽ കല്യാണം കഴിക്കാനും ചിലർ ഒരുങ്ങി നടന്നു. ഈശ്വര കൃപയാൽ ആ പരിപാടികളെല്ലാം ദുഷ്ടബുദ്ധികളുടെ മനക്കോട്ടകൾ മാത്രമായി അവശേഷിച്ചു. പിന്നെ എതിരാളികൾ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ പരീക്ഷിക്കാനായി മാല പോയി, കമ്മല് പോയി എന്നെല്ലാം നുണ പറഞ്ഞു കൊണ്ടുവന്നു തുടങ്ങി. പക്ഷേ അവരെല്ലാം തോറ്റു പിൻവാങ്ങി. ഒരു ദിവസം ഒരു ദീനവുമില്ലാത്ത ഒരു യുവാവ് കൈക്ക് വേദനയാണ് എന്നും പറഞ്ഞ് കളരിയിൽ ഭാവത്തിന് കയറി. അമ്മ അവന്റെ കള്ളം വിശ്വസിച്ചിട്ട് തൂത്തു തിരുമ്മിക്കൊടുക്കുമെന്നായിരുന്നു അവന്റെ വിചാരം. അമ്മ ഒരു ബ്രഹ്മചാരിയോട് ആ ചെറുപ്പക്കാരന്റെ കൈ തിരുമ്മിക്കൊടുക്കാൻ പറഞ്ഞു. ബ്രഹ്മചാരി അവന്റെ കയ്യിൽ തൊട്ടതോടെ അവൻ അമ്മയോട് വിവരിച്ച രീതിയിലുള്ള വേദന അവന്റെ കയ്യിലുണ്ടായി. വേദന കൊണ്ട് വിഷമിപ്പിച്ച ആ കുസൃതിക്കാരൻ നിവൃത്തിയില്ലാതെ അമ്മയോട് മാപ്പിരുന്നു. ഇതെല്ലാം കണ്ടും കേട്ടും സുഗുണച്ചന് സഹികെട്ടു. ഒരു ദിവസം അദ്ദേഹം ഭാവത്തിന് ദേവിയോട് പറഞ്ഞു, ഇതാണോ അമ്മ വന്നിട്ട് കിട്ടിയത്? ആളുകൾ എന്നെ മകനെ നശിപ്പിച്ച കൊലയാളി എന്ന് നിന്ദിക്കുന്നു. ഇത് സങ്കടമാണ്. തെറ്റ് ചെയ്യുന്നവരെ അമ്മ ശിക്ഷിക്കണം. അപ്പോൾ അമ്മ പറഞ്ഞു, ഇന്നത്തെ ശത്രു നാളെ ബന്ധുവാകും. പിന്നെ ആരെ ശിക്ഷിക്കും? നോക്കിക്കോളൂ, ഇന്ന് എതിർക്കുന്നവർ തന്നെ വന്ന് വീട്ടിലെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊണ്ടുപോകും. എല്ലാം വിധിക്ക് അധീനമാണെന്ന് വിശ്വസിക്കുക.
ഒരു മകൻ പോയെങ്കിൽ നിങ്ങൾക്ക് വേറെ 1000 മക്കൾ വരും. മകൻ മരിച്ച ദുഃഖം കൊണ്ട് കരഞ്ഞ ദമയന്തി അമ്മയോട് ഒരു ദിവസം ഭാവസമയത്ത് അമ്മ പറഞ്ഞു, ദുഃഖിക്കേണ്ട, ഭാവിയിൽ ഇവിടെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും മക്കൾ വന്നു ചേരും. അവരെ സ്വന്തം മക്കളായി സ്നേഹിക്കുക. സജ്ജനങ്ങളെ, അമൃതം ഗമയ മാതാ അമൃതാനന്ദമയിയുടെ ജീവചരിത്രത്തിൻ്റെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഭാഗവുമായി ഞാൻ ഉടനെ എത്തുന്നതാണ്. ഇതുവരെ എന്നെ കിട്ടുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.